ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ നിധിയുടെയും അതുപോലെ തന്നെ സുധീഷിൻ്റെയും പുതിയ പുതിയ പിണക്കങ്ങളും സങ്കടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഒപ്പം വരുന്ന സ്റ്റാർ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസിന് ഇച്ചിരി റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആ സ്റ്റാറും കൂടെ അങ്ങ് തിളങ്ങണം. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അങ്ങനെ നമ്മുടെ നിധിയുടെ കമ്പനിയിൽ നിന്ന് സാറും ബാക്കി സ്റ്റാഫുകൾ എല്ലാവരും കൂടെ വരെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിധി. അതായത് നമ്മുടെ സുഭാഷും നികേഷും ഹരീഷും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിദ്ധാർത്ഥിനെയൊക്കെ പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കണേ, ഇവരൊക്കെ എൻ്റെ കസിൻസാണ് എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ സുധീഷിനാകെ വല്ലാണ്ടായിപ്പോയി. കാരണം ബാക്കിയുള്ളവരെ കസിൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ, എനിക്കെന്തിനാണ് അവൾ ആ ഒരു ലേബലിട്ട് പറഞ്ഞത്? സുധീഷിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ സുധീഷിന് ഈ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ അവളുടെ നിധിയുടെ ആ ഒരു മാനേജർ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല. കാരണം നിധി അയാളടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സുധീഷിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കസിൻ എന്ന് പറഞ്ഞതിന് സുധീഷിനാകെ ദേഷ്യം വന്ന് അവരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിധി സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ നമ്മുടെ പുറകുവശത്തൊക്കെ വേറെ പ്രത്യേക രീതിയിലുള്ള ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിനുണ്ട്, അപ്പോൾ അതൊക്കെ സാറ് വന്നൊന്ന് നോക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ സിദ്ധാർത്ഥ ആയിക്കോട്ടെ നിധി എന്നും പറഞ്ഞ് അവർ പോയി ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ് കേട്ടോ. ആ സമയം നമ്മുടെ നികേഷും ഹരീഷും കൂടെ ഇരുന്ന് പതുക്കെ ചിരിക്കുകയാണ്. കാരണം സുധീഷിൻ്റെ മുഖം മാറിയത് അവർ ശ്രദ്ധിച്ചായിരുന്നു, കസിനാണെന്ന് പറഞ്ഞത്. അതും കൂടെ കണ്ടപ്പോഴാണ് സുധീഷിന് ദേഷ്യം അങ്ങോട്ട് ഇരട്ടിച്ചത് കേട്ടോ. എന്നിട്ട് സുധീഷ് നേരെ പറഞ്ഞു, സുഭാഷ് ഏട്ടൻ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ കസിൻ എന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടനെങ്കിലും ഒരു വാക്ക് പറയാൻ പാടില്ലേ? അത് കസിനല്ല അവളുടെ ഹസ്ബൻഡാണ് എന്നൊന്നും പറയാൻ പാടില്ലേ? എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെയൊക്കെ തരം താഴ്ത്തി പറയണത്, എന്നെ ഇൻസൾട്ട് ചെയ്യണതും ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ നിങ്ങളുടെ ഒന്നും ആരുമല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയണേ. അപ്പോഴേക്കും ഹരീഷും നികേഷും കൂടെ പറഞ്ഞു, അതിപ്പോൾ നിധി ഏട്ടത്തിൽ പറഞ്ഞതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സുധീഷ് ഏട്ടാ എന്ന് പറഞ്ഞാൽ അവർ പറയണം കേട്ടോ. ഇതേ സമയം നിധി അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവർക്ക് കുടിക്കാനുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ സുഭാഷിനോടും മറ്റുമൊക്കെ യാത്ര പറഞ്ഞ് പോവേണം. അങ്ങനെ സുഭാഷിന് ഹരീഷിനൊക്കെ ഒരുപാട് സന്തോഷമായി. നിധിയേട്ടത്തേക്ക് ഒരു വീടെന്ന് പറഞ്ഞ് കാണിക്കാനെങ്കിലും നമ്മളൊക്കെ ഉണ്ടായിരുന്നു വീടായിട്ട്. അങ്ങനെ ആ ഒരു സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. അപ്പം നിധിക്കും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് ചെന്നിട്ട് കാറിൻ്റെ ഡോറ് ബാക്ക് സൈഡ് തുറന്നു കൊടുക്കുകയാണ്. എന്തിനാണ്? നിധി ബാക്ക് സൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ബാക്കി രണ്ട് സ്റ്റാഫ് ഒന്ന് ബാക്ക് സൈഡിൽ അങ്ങ് കയറി കേട്ടോ. ഈ സമയത്ത് നിധിയുടെ അടുത്ത് നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞു, നിധി ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മുടെ സുധീഷിന് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തൻ്റെ ഭാര്യയെ കണ്ട ഒരുത്തൻ മുമ്പിൽ കയറ്റി ഇരുത്തി കാറിൽ കൊണ്ടുപോകണോ, അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അത് മനസ്സിലാകെ ഒരു ഇതായിപ്പോയി. സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി അങ്ങനെ വേറൊരുത്തൻ്റെ കൂടെ മുമ്പിൽ കയറിയിരുന്ന് കാറിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിൻ്റെ പിടുത്തം വിടേണ്ട. സുധീഷ് അങ്ങോട്ട് വീട്ടിൽ കയറിയിട്ട് ആകെ ദേഷ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അവൾ എന്ത് പണിയാണ് കാണിച്ചത് കണ്ടില്ലേ? അവൾ നെളിഞ്ഞിരുന്ന് മറ്റൊരുത്തൻ്റെ കൂടെ കയറിപ്പോണത്. എനിക്ക് താലി കെട്ടിയ ഒരു ഭർത്താവല്ലേ, ആ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം പോലും അവൾ എനിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, സുധീഷേ നീ എന്തിനാണ് ഇങ്ങനെ ഈ ദേഷ്യം കാണിക്കുന്നത്? അത് അവളുടെ ഓഫീസിൽ അവളുടെ സ്റ്റാഫാണ്, സാറാണ്, അവളുടെ ബോസാണ്. അപ്പം ബാക്കി രണ്ടുപേര് ബാക്കിൽ കയറി, അതുകൊണ്ടല്ലേ നിധി അങ്ങോട്ട് കയറിയത്. എന്തൊക്കെ സുഭാഷ് ഏട്ടൻ പറഞ്ഞിരുന്നാലും ശരി, നിധിക്ക് എന്നോട് പഴയതുപോലെയുള്ള ഒരു റെസ്പെക്റ്റോ ആ ഒരു ഇതോ ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറഞ്ഞു, സുധീഷ് ഏട്ടാ ഇതിന് മാത്രം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. എന്തായാലും നിധിയേട്ടത്തിൽ സുധീഷ് ഏട്ടൻ താലി കെട്ടിയ ആളല്ലേ. അങ്ങനെയാകുമ്പോൾ സുധീഷ് ഏട്ടൻ്റെ ഭാര്യയാണ് നിധിയേട്ടത്തിൽ. അതൊരിക്കലും മാറാനൊന്നും പോണില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. അവൾക്ക് ഡൈവേഴ്സ് അല്ലേ, ഞാൻ കാണിച്ചു കൊടുക്കാം. കണ്ടോ, അവൾ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് മനസ്സിനെ സ്വമേധയാ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഹരീഷ്
ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ നേരെ വർക്ക്ഷോപ്പിൽ പോവുകയാണ്. അങ്ങനെ അവിടെ പോയിരുന്ന ഒരു ചെറിയ തട്ടുമുട്ട് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നീതു വരുന്നുണ്ട്. അപ്പോൾ നീതു എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ തിരക്കി അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്താ കഴിച്ചതെന്നൊക്കെ ഹരീഷ് ചോദിച്ചപ്പോൾ ഇന്ന് വീട്ടിലമ്മ പുട്ടാണ് ഉണ്ടാക്കിയത്, ഞാൻ കഴിച്ചില്ല, എനിക്ക് അച്ഛൻ ദോശ മേടിച്ചുകൊണ്ടുവന്നു, കാരണം എനിക്ക് പുട്ട് ഇഷ്ടമില്ല, മോൻ്റെ ഇഷ്ടങ്ങൾക്കാണ് എൻ്റെ അമ്മ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഒരു സമാധാനം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കല്ലേ വീട്ടിലുള്ളൂ, ഇങ്ങനെ എന്തോ പഠിക്കാനോ വർക്ക് ചെയ്യാനായിട്ട് പുള്ളി പോകുന്നുണ്ട്, സമാധാനമുണ്ട്, അവൻ്റെ ഡ്രസ്സ് കഴുകി കൊടുക്കണം, എന്തെല്ലാം ഞാൻ ചെയ്യണം, ഒരു സമാധാനമുണ്ട് ആളില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നീതു പറയണം. അപ്പോഴേക്കും നമ്മുടെ ഹരീഷിന് ചിരി വരണം കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ നീതുവിൻ്റെ അച്ഛൻ ആ വഴി വന്നത്. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ വർക്ക്ഷോപ്പിനകത്ത് നീതു ഇരിക്കുക. ആകെ ദേഷ്യം വന്നില്ലേ, അയാൾ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീതുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ നീതു പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നതാണ്. പെട്ടെന്ന് വായിൽ അങ്ങനെയാണ് നീതുവിന് വന്നത്. അതിൻ്റെ നിൻ്റെ വണ്ടി എന്ത്, അത് ഞാൻ വണ്ടി എടുക്കാൻ മറന്നുപോയ വെച്ചാന്ന്. അതെ, നീ വാ തുറന്ന് കള്ളത്തരം പറയുമ്പോൾ ആലോചിച്ചിട്ട് കള്ളത്തരം പറയാം. അവൾ വണ്ടി എടുക്കാണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ വന്നിരിക്കുന്നു, അവൻ്റെ കൂടെ കിന്നരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നീതുവിൻ്റെ അച്ഛൻ കുറേ അങ്ങോട്ട് പറയണം. എന്നിട്ട് ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് നീതുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴേക്കും നീതു പറഞ്ഞു അച്ഛാ കൈ എടുക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം ഹരീഷിൻ്റെ കൂടെ സംസാരിച്ചെന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് താഴെയൊന്നും വീഴാൻ പോകണില്ലല്ലോ, അച്ഛൻ വീട്ടിലോട്ട് പൊക്കോ, ഞാൻ വരാം. നിന്നോടാ പറഞ്ഞത് നീതു വീട്ടിലോട്ട് വരാൻ, അച്ഛനോടാ ഞാൻ പറയണത്, അച്ഛൻ പൊക്കോ ഞാൻ വന്നോളാം, അച്ഛൻ ഇതിന് മാത്രം കിടന്ന് ആടിപ്പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ, ഞാൻ 2 വാക്ക് ഹരീഷിനോട് സംസാരിച്ചതാണോ അച്ഛൻ ഈ കിടന്ന് തുള്ളുന്നത്, അച്ഛൻ പൊക്കോ ഞാൻ വന്നേക്കാം എന്നിങ്ങനെ നീതു പറയണ്. അപ്പോഴേക്കും നീതുവിൻ്റെ അച്ഛൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിന്നില്ല, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നീതുവും ഒച്ചയെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും കാരണം മറ്റുള്ളവരറിഞ്ഞാൽ അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇരുചെവി അറിയാണ്ട് പതുക്കെ പുള്ളി എന്ത് ചെയ്തു വീട്ടിലോട്ട് പോവേണ്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം നീതുവിൻ്റെ ഈ ഒരു സംസാരവും അച്ഛനോട് എതിർത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ധൈര്യം നീതുവിനുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ നീതു ചോദിച്ചു, കണ്ടല്ലോ ഞാൻ അച്ഛനോട് കാണിക്കുന്ന സംസാരവും ധൈര്യമൊക്കെ, ഈ ധൈര്യമൊക്കെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിലാണ് ഹരീഷേ എൻ്റെ വിധം മാറണമെന്ന്. ഇത് കേട്ടപ്പോൾ ഹരീഷ് ഇങ്ങനെ ഒരു നിമിഷം മനസ്സിൽ ആലോചിക്കുകയാണ്, എൻ്റെ ദൈവമേ എവളെ എങ്ങാനും ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്നെ ജീവനോടെ ഇവള് വെച്ചേക്കില്ല എന്നൊക്കെയുള്ള ഭയപ്പാട് വരെയാണ്. ഈ സമയത്ത് നമ്മുടെ സുഭാഷിൻ്റെ പണിക്കാരൊക്കെ സുഭാഷിൻ്റെ വീട്ടിൽ വരെയാണ്. കാരണം വേറൊന്നുമല്ല, ഒരു ബാത്റൂം പണിയുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പണിക്കാർ വന്ന് പണി നടക്കുകയാണ്. ഈ സമയം നമ്മുടെ സുധീഷിന് ഭ്രാന്ത് പിടിച്ചിട്ട് പുറത്ത് പോയിട്ട് വരെയാണ്. സുഭാഷ് ഏട്ടാ, അതെ ഇനി മുതൽ ഇന്ന് നീതു വരുന്ന സമയത്ത് സുഭാഷ് ഏട്ടൻ പറയണം ഇനി മുതൽ എന്നെ ഏട്ടാന്ന് വിളിക്കേണ്ടെന്ന്. എടാ അതിനെന്താടാ, അവൾ അവളെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ കാണുന്നത്, ഞാൻ അവൾ എൻ്റെ കുഞ്ഞനീത്തിയെ പോലെ കാണണേ, അവളങ്ങനെ വിളിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട, അവസാനം സുഭാഷ് ചേട്ടനെ ചേട്ടാന്ന് വിളിച്ച് എന്നെ അവളൊരു ബ്രദറായിട്ട് കാണും, ആ ഒരു രീതി അങ്ങ് നിർത്താം, അപ്പോഴേക്കും ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ എണ്ണിപ്പറക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നികേഷ് വന്നിട്ട് പറഞ്ഞു ഈ സുധീഷ് ചേട്ടൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇപ്പം തൽക്കാലം നിധിയേട്ടത്തി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് പതിയെ ആ ഒരു മാറ്റമൊക്കെ വരുത്തിയെടുക്കാം. സുധീഷ് ചേട്ടൻ ഇമാതിരി കിടന്ന് ടെൻഷൻ അടിക്കേണ്ട, സുധീഷ് ചേട്ടൻ താലി കെട്ടിയ ഒരു പെൺകുട്ടിയല്ലേ നമ്മുടെ നിധിയേട്ടത്തി, അതുകൊണ്ട് സുധീഷ് ചേട്ടൻ ഇമാതിരി കിടന്ന് ഭ്രാന്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു എടാ നീ പറയും പോലെയൊന്നും അല്ല കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം അവൾ മറ്റുള്ളവരുടെ മുമ്പിലും എന്നെ കസിനാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. ഇന്ന് കണ്ടില്ലേ ആ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞവന്മാരൊക്കെ അവനൊക്കെ വന്നപ്പോഴത്തേക്ക് അവൾ എന്താ കിടന്ന് കാണിക്കണം, അവരുടെ അടുത്തൊക്കെ സ്നേഹത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ അവൾക്കറിയാം, നിങ്ങളടുത്തും അറിയാം, പക്ഷെ ഞാൻ ഏതുകൊണ്ടോ വലിയൊരു തെറ്റ് അവളെ കൂടെ ചെയ്തു എന്നുള്ളൊരു ഭാവമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല അവൾ ഇനി ബാക്കിയുള്ളവരുടെ അടുത്തും കസിൻ എന്ന് എന്നെയും പരിചയപ്പെടുത്തും, അതുകൊണ്ട് ഇനി പറ്റില്ല അത്. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ എന്തായാലും നിധി ഇന്ന് പോയിട്ട് വരുമ്പോൾ ഇനി എന്നെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കേണ്ടെന്ന് എന്നെ പറയണമെന്ന് പറയും. എടാ ഞാൻ എങ്ങനെയാടാ പറയണേന്ന് നമ്മുടെ സുഭാഷ് പറയണ്. അങ്ങനെ വൈകിട്ട് നമ്മുടെ നിധി ജോലി കഴിഞ്ഞ് വരെയാണ്. വന്നു കഴിഞ്ഞിട്ട് നിധി അവരെയൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് വരെയാണ്. എൻ്റെ നിധി അവർ വന്ന കാര്യം അവർക്ക് വീടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുഭാഷിന് സന്തോഷമായി, കാരണം അവർ വന്നു അപ്പോൾ അവർ ഉദ്ദേശിച്ച പോലത്തെ പഴമയുള്ള വീടും കാര്യങ്ങളൊക്കെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നിധിക്കും ഒരു സന്തോഷമായി, അതുപോലെ സുഭാഷിനൊക്കെ സന്തോഷമാവുകയാണ്. ഈ സമയത്ത് നമ്മുടെ സുധീഷ് അവിടെ നിന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുഭാഷിന്. പക്ഷേ സുഭാഷ് സത്യം പറഞ്ഞാൽ മറന്നുപോയി, സുധീഷ് ആ
കണ്ണ് കാണിക്കൽ കണ്ടപ്പോഴാണ് സുഭാഷ് ഓർത്തത് ആ ചേട്ടാ നിന്നെ വിളിക്കണ്ട എന്ന് പറയണമെന്നുള്ളത്. ആ സമയം സുഭാഷ് നിധിയോട് ചോദിച്ചു, മോളെ നീ കൊണ്ടുപോയ വെള്ളമൊക്കെ എൻ്റെ മൊത്തം കുടിക്കാത്തത്? അയ്യോ സുഭാഷ് ചേട്ടാ ഞാൻ മറന്നുപോയി. അപ്പോൾ പറഞ്ഞു, അതെ ഭക്ഷണം കൊണ്ടുപോയതെങ്കിലും മുഴുവനും കഴിച്ചോ? അത് ഞാൻ കഴിച്ചു സുഭാഷ് ചേട്ടാ എന്ന് നിധി പറഞ്ഞു. എന്നിട്ട് പതുക്കെ സുധീഷ് നിന്ന് മുഖം വീർപ്പിച്ച് സുഭാഷിനെ പേടിപ്പിക്കണം. പറയൂ ഞാൻ പറയാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒടുവിൽ സുഭാഷ് പതുക്കെ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഭാഷിന് പേടിയായിരുന്നു, സങ്കടമായിരുന്നു. കാരണം നീതു അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളൊരു പേടിയായിരുന്നു. മോളെ നീ എന്നെ ഇനി സുഭാഷ് ഏട്ടാന്ന് വിളിക്കണ്ട. അപ്പോഴേക്കും നിധി പെട്ടെന്നങ്ങ് വല്ലാണ്ടാവണം. അതെന്താ സുഭാഷ് ഏട്ടാ, ഞാൻ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് എന്താ കുഴപ്പം? അല്ല മോളെ അതങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിധിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി. നിധിക്ക് വല്ലാത്തൊരു പ്രയാസം അങ്ങായിപ്പോയി പെട്ടെന്ന്. കാരണം സ്വന്തം ഏട്ടനെക്കാട്ടിലും സ്നേഹവും കെയറിങ്ങും ഒക്കെ നിധിക്ക് തരുന്നത് സുഭാഷാണ്. അപ്പം അത്രയും മനസ്സിൽ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് സുഭാഷിനെ ആ ഏട്ടാന്നുള്ളൊരു സ്ഥാനം കൊടുത്ത് വിളിക്കണത്. അല്ല മോളെ ഞാൻ നിൻ്റെ ആരും അല്ലല്ലോ, പിന്നെ നീ എന്നെ എന്തിനാ, നിൻ്റെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ മോളെ, പിന്നെ നീ എന്തിനാ എന്നെ ജ്യേഷ്ഠാന്ന് വിളിക്കണത്? സുഭാഷ് ചേട്ടാ ഞാൻ എൻ്റെ ചേട്ടനെക്കാട്ടിലും സുഭാഷ് ചേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ ആക്കിയെന്ന് പറഞ്ഞ് നിധി അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് സുധീഷിനെ നോക്കിയിട്ട് നിനക്ക് മതിയായല്ലോടാന്നുള്ള രീതിയിൽ കാണിച്ചിട്ട്, അയ്യോ എൻ്റെ പൊന്നു മോളെ നീ കരയില്ല, നീ എന്നെ സുഭാഷ് ഏട്ടാന്ന് തന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും നിധിക്ക് ഉള്ളിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടായി, എന്തായിരിക്കും സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നാളെ വരാനിരിക്കുന്ന ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ ഇതൊക്കെയാണ്. ഡയലോഗ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഴച്ച് കെട്ടി പറയുകയോ റിപ്പീറ്റേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. കാരണം എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നിൽ എത്തിച്ചാലല്ലേ എനിക്കതനുസരിച്ച് നിങ്ങളുടെ അടുത്ത് ആ രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരും ലൈക്ക് അടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.